ഡിയർ സ്റ്റുഡൻസ്, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി സ്വാഗതം. ലേബർ എന്ന ചാപ്റ്റർ നമ്മളിന്ന് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ടൈം ബുക്കിങ്ങിനെ കുറിച്ചാണ് പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടൈം കീപ്പിങ്ങിനെ കുറിച്ച് പഠിച്ചിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് ടൈം ബുക്കിംഗ് എന്നും അതിൻ്റെ മീനിങ്, കൂടാതെ ഒബ്ജക്റ്റീവ്സ് ഓർ പർപ്പസസ് ഓഫ് ടൈം ബുക്കിംഗ്, ഒപ്പം തന്നെ മെത്തേഡ്സ് ഓഫ് ടൈം ബുക്കിങ്ങിൻ്റെ മെത്തേഡ്സും ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഇതിന് മുമ്പത്തെ ക്ലാസ്സുകൾ കാണുന്നതിന് വേണ്ടി ഈ വീഡിയോയുടെ ഐ ബട്ടണും ഡിസ്ക്രിപ്ഷനും എൻ്റെ സ്ക്രീനും ശ്രദ്ധിക്കുക. കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടി ചാനലിൻ്റെ പ്ലേലിസ്റ്റ് സന്ദർശിക്കുകയും ചെയ്യാവുന്നതാണ്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ കൂട്ടുകാർക്കായിട്ട് ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ടൈം ബുക്കിംഗ് എന്താണെന്ന് നോക്കാം. റെക്കോർഡിംഗ് ഓഫ് ടൈം സ്പെൻഡ് ബൈ വർക്കർ ഓൺ ഡിഫറൻറ്റ് ജോബ്സ് carried out by him during his period of attendance in the factory is called time booking. നമ്മൾ ടൈം കീപ്പിംഗ് എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു. ഒരാൾ ഫാക്ടറിയിൽ ഹാജരാകുന്ന സമയവും അറൈവൽ ടൈമും ഒപ്പം തന്നെ ഫാക്ടറി വിട്ടുപോകുന്ന സമയവുമായിരുന്നു ടൈം കീപ്പിങ്ങിൽ രേഖപ്പെടുത്തിയിരുന്നത്. പക്ഷേ ടൈം ബുക്കിങ്ങിൽ ഒരു ജോലി സ്ഥലത്ത് ഹാജരായതിനു ശേഷം എത്ര സമയം അദ്ദേഹം ജോലിയിൽ ചെലവഴിക്കുന്നുണ്ട് എന്ന് രേഖപ്പെടുത്തുന്ന ടൈമാണ് ടൈം ബുക്കിംഗ് എന്ന് പറയുന്നത്. Recording of time spent by the worker on different jobs carried out by him. അദ്ദേഹം ജോലി സ്ഥലത്ത് എത്തിയതിനു ശേഷം പല ജോലികളിലായിട്ട് എത്ര സമയം ചെലവഴിക്കുന്നു എന്നുള്ളതാണ് ടൈം ബുക്കിങ്ങിൽ രേഖപ്പെടുത്തി വയ്ക്കുന്നത്. ഡ്യൂറിങ് ഹിസ് പീരീഡ് ഓഫ് അറ്റൻഡൻസ് ഇൻ ദ ഫാക്ടറി. ഫാക്ടറിയിൽ അദ്ദേഹം വരുന്ന ദിവസം ഓരോ ജോലിക്കും വേണ്ടി എത്ര സമയം അയാൾ ചെലവഴിക്കുന്നുണ്ട്, എത്ര സമയം ആക്ച്വലി അയാൾ ജോലിക്ക് വേണ്ടി ചെലവഴിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത്. ഇൻ ഷോർട്ട്, ചുരുക്കം പറഞ്ഞാൽ ടൈം ബുക്കിംഗ് ഈസ് കൺസേൺഡ് വിത്ത് റെക്കോർഡിംഗ് ഓഫ് വർക്ക് ടൈം ഓഫ് എ വർക്കർ. ഒരു വർക്കറുടെ യഥാർത്ഥ ജോലി സമയം രേഖപ്പെടുത്തുന്ന ആ ഒരു പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ടൈം ബുക്കിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒബ്ജക്റ്റീവ്സ് ഓർ പർപ്പസസ് ഓഫ് ടൈം ബുക്കിംഗ് നോക്കാം. ഒന്ന്, അസർട്ടൈൻ ലേബർ കോസ്റ്റ് ഓഫ് ഈച്ച് ജോബ്. ഇപ്പോൾ പ്രത്യേകിച്ച് ടൈം അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ചെയ്യുന്ന എത്ര സമയമാണോ ജോലി ചെയ്യുന്നത് അതിൻ്റെ അനുസരിച്ചാണ് ജോലിക്ക് കൂലി നൽകുന്നതെങ്കിൽ ലേബർ കോസ്റ്റ് കണക്കാക്കുന്നതിന് വേണ്ടി ഈ ടൈം ബുക്കിംഗ് ആവശ്യമാണ്. ദെൻ ടു എൻഷുർ ദാറ്റ് ടൈം പെയ്ഡ് ഫോർ ഈസ് ഫുള്ളി യൂട്ടിലൈസ്ഡ് ഓൺ പ്രൊഡക്ഷൻ. അതായത് ഒരു നിശ്ചിത സമയം ജോലി ചെയ്യുമ്പോൾ ഒരാൾക്ക് കൂലി കൊടുക്കുന്നുണ്ടെങ്കിൽ അത്രയും സമയം അയാൾ ജോലി ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടി ടു എൻഷുർ ദാറ്റ് ടൈം പെയ്ഡ് ഫോർ ഈസ് ഫുള്ളി യൂട്ടിലൈസ്ഡ് ഓൺ പ്രൊഡക്ഷന് വേണ്ടി അത്രയും സമയം കൃത്യമായിട്ട് അത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്, അയാൾ ജോലി ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടി. ടു ഡിസ്ക്ലോസ് ഐഡിൽ ടൈം, വേസ്റ്റേജ് ഓഫ് ടൈം. ഐഡിൽ ടൈം എന്ന് പറഞ്ഞാൽ നിശ്ചിത ഇടവേളകളിൽ വിശ്രമം ആവശ്യമാണ്, അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയമുണ്ടാകും ജോലിക്കിടയിൽ അല്ലേ, ആ ഒരു ഐഡിൽ ടൈം എത്രയാണെന്ന് കണക്ക് കൂട്ടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ പരമാവധി ഐഡിൽ ടൈം കുറച്ചുകൊണ്ട്, ടൈം വേസ്റ്റ് ആയി പോകുന്നത് കുറച്ചുകൊണ്ട് അതിന്മേൽ ഒരു കൺട്രോൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയും ടൈം ബുക്കിംഗ് ആവശ്യമാണ്. ദെൻ ടു അപ്പോർഷൻ ഓവർ ഹെഡ്സ് ടു ഡിഫറെൻറ്റ് ജോബ്. ഇൻഡയറക്റ്റ് കോസ്റ്റുകൾ അത് വിവിധ ജോബുകളിലേക്ക്, അത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് നമുക്ക് അപ്പോർഷൻ ചെയ്യണമെങ്കിൽ, ഡിവൈഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ, പ്രത്യേകിച്ച് അത് ലേബർ അവേഴ്സ് ആണ് അതിൻ്റെ ഒരു ബേസ് എങ്കിൽ പല ബേസിൽ നമുക്ക് ഇൻഡയറക്റ്റ് കോസ്റ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അത് ലേബർ അവേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഈ ടൈം ബുക്കിങ്ങിലുള്ള രേഖകൾ വെച്ചുകൊണ്ടാണ് അപ്പോർഷമെൻറ്റ് നടത്തുക. അത് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുന്നതാണ്, അപ്പോർഷമെൻറ്റ് ഓഫ് ഓവർ ഹെഡിനെ കുറിച്ച്. ടു അസർട്ടൈൻ ദ ലെവൽ ഓഫ് എഫിഷ്യൻസി ഓഫ് വർക്കേഴ്സിൻ്റെ എഫിഷ്യൻസി ലെവൽ അസർട്ടൈൻ ചെയ്യുക. എത്ര സമയം അദ്ദേഹം ജോലി ചെയ്യുന്നുണ്ട്, ജോലിക്ക് വേണ്ടി എത്രമാത്രം, പ്രൊഡക്ഷന് വേണ്ടി എന്ന് പറയാം, ഫംഗ്ഷന് വേണ്ടി എത്രമാത്രം ഒരു തൊഴിലാളി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, അയാളുടെ എഫിഷ്യൻസി എത്രയാണ് തുടങ്ങിയത് മനസ്സിലാക്കുന്നതിന് വേണ്ടി. ദെൻ ടു കമ്പയർ ലേബർ കോസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് ജോബ്സ്. വിവിധ ജോബുകളുടെ ലേബർ കോസ്റ്റ്, എത്ര സമയം ഓരോരുത്തരും പണിയെടുക്കുന്നു അതിനനുസരിച്ച് കൂലി കൊടുക്കുമ്പോൾ ഓരോ ജോബിൻ്റെയും ലേബർ കോസ്റ്റ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നു. ടു കൺട്രോൾ ലേബർ കോസ്റ്റ്, അതുവഴി ലേബർ കോസ്റ്റിന്മേൽ ഒരു കൺട്രോളിങ് സാധ്യമാകുകയും ചെയ്യുന്നു. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ ടൈം കീപ്പിംഗ് ആൻഡ് ടൈം ബുക്കിംഗ്. ടൈം കീപ്പിങ്ങും ടൈം ബുക്കിങ്ങും തമ്മിലുള്ള ഡിഫറൻസുകൾ എന്തൊക്കെയാണെന്ന് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാം. നമുക്ക് അതുകൊണ്ട് നോക്കിപ്പോകാം. ടൈം കീപ്പിംഗ് ആൻഡ് ടൈം ബുക്കിംഗ്. ഒന്നാമത്തത്, ടൈം കീപ്പിംഗിൽ ഇറ്റ് റെക്കോർഡ്സ് അറ്റൻഡൻസ് ടൈം ഓഫ് വർക്കേഴ്സ് ജോലിക്ക് ഹാജരാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഏത് സമയത്താണ് ഹാജരാകുന്നത്, എപ്പോഴാണ് അവർ തിരിച്ചു പോകുന്നത്, അറൈവൽ ആൻഡ് ഡിപ്പാർച്ചർ ടൈമാണ് ടൈം കീപ്പിങ്ങിൽ റെക്കോർഡ് ചെയ്യുന്നത്. ടൈം ബുക്കിങ്ങിൽ ഇറ്റ് റെക്കോർഡ്സ് വർക്ക് ടൈം ഓഫ് വർക്കേഴ്സ് എത്ര സമയം ജോലി ചെയ്യുന്നു എന്നുള്ളതാണ് ടൈം ബുക്കിങ്ങിൽ റെക്കോർഡ് ചെയ്യുക. ദെൻ ടൈം കീപ്പിങ്ങിൽ ഇറ്റ് റെക്കോർഡ്സ് ദ ടൈം സ്പെൻഡ് ബൈ ദ വർക്കേഴ്സ് ഇൻ ദ ഫാക്ടറിയിൽ എത്ര സമയം ചെലവഴിക്കുന്നു എന്നുള്ളത് മാത്രമേ ടൈം കീപ്പിങ്ങിൽ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. ചെലവഴിക്കുന്ന സമയത്ത് എത്ര സമയം ജോലി ചെയ്യുന്നു എന്നുള്ളത് അവിടെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നില്ല. ഇറ്റ് റെക്കോർഡ്സ് ടൈം സ്പെൻഡ് ബൈ ദ വർക്കേഴ്സ് ഓൺ വേരിയസ് ജോബ്സ്.
പല ജോലികളിൽ എത്ര സമയം വർക്കേഴ്സ് അദ്ദേഹം ചെയ്യുന്ന ജോലികൾ എന്തൊക്കെയാണ്, ഓരോ ജോലിയിലും എത്ര സമയമാണ് അയാൾ ജോലി ചെയ്യുന്നത് എന്നുള്ളതാണ് ടൈം ബുക്കിങ്ങിൽ രേഖപ്പെടുത്തുക. ദെൻ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ടൈം റെക്കോർഡിംഗ്. ടൈം റെക്കോർഡിങ്ങിൽ ആദ്യത്തെ സ്റ്റെപ്പ് ടൈം കീപ്പിംഗ് ആണ് അല്ലേ. എപ്പോഴാണ് ജോലിക്ക് ഹാജരാകുന്നത് എന്നുള്ളതാണ് ആദ്യം റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷമാണ് അയാൾ ജോലിയിൽ എത്ര സമയം ചെലവഴിക്കുന്നു എന്നുള്ളത് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ടൈം റെക്കോർഡിംഗ് എന്ന് പറയുന്നത് ടൈം കീപ്പിംഗ് ആണ്. രണ്ടാമത്തത് ഇറ്റ് ഈസ് ദി സെക്കൻഡ് സ്റ്റെപ്പ് ഇൻ ദി ടൈം റെക്കോർഡിംഗ്. ടൈം ബുക്കിംഗ് ആണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് ആകുമ്പോൾ അതിനുശേഷം ചെയ്യുന്ന ടൈം ബുക്കിംഗ് സെക്കൻഡ് സ്റ്റെപ്പ് ആവുന്നു ടൈം റെക്കോർഡിംഗിൽ. ദെൻ ഇറ്റ്സ് പർപ്പസ് ഈസ് ടു എനേബിൾ പ്രിപ്പറേഷൻ ഓഫ് പേറോള് തയ്യാറാക്കുന്നതിന് വേണ്ടി ജോലിക്ക് ഹാജരാകുന്ന ദിവസങ്ങൾ വെച്ചുകൊണ്ടാണ് അവർക്ക് ശമ്പളം കണക്കാക്കുന്നതിലെങ്കിൽ അതിൽ പേര് വരുത്തേണ്ടതെങ്കിൽ ആ പേറോൾ തയ്യാറാക്കുന്നതിന് വേണ്ടി ടൈം കീപ്പിംഗ് ഉപയോഗിക്കുന്നു. ദെൻ ഇറ്റ്സ് പർപ്പസ് ഈസ് ടു അസർട്ടൈൻ ലേബർ കോസ്റ്റ് ഓഫ് ജോബ്. ഓരോ വർക്കും എത്ര സമയം ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് കൂലി കൊടുക്കുന്നതെങ്കിൽ ടൈം ബുക്കിംഗ് ആവശ്യമാണ്. അപ്പോൾ ലേബർ കോസ്റ്റ് എത്രയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ടൈം ബുക്കിംഗ് ആവശ്യമാണ്. ഇറ്റ് ഈസ് ഡൺ അറ്റ് ദ ടൈം കീപ്പിംഗ് ഓഫീസ്. ടൈം കീപ്പിംഗ് ഓഫീസിലാണ് ഇത് ചെയ്യുന്നത്. വരുന്ന സമയം പോകുന്ന സമയമൊക്കെ പ്രത്യേകിച്ച് ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും, അവരാണത് രേഖപ്പെടുത്തുക. ദെൻ ഇറ്റ് ഈസ് ഡൺ അറ്റ് വേരിയസ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. എവിടെയാണോ ജോലി ചെയ്യുന്നത് അവിടെയാണ് ടൈം ബുക്കിംഗ് നടത്തുക. എത്ര സമയം ജോലി ചെയ്യുന്നു എന്നുള്ളത് അതാത് ഡിപ്പാർട്ട്മെൻറ്റുകളിലാണ് ചെയ്യുക. ഇനി നമുക്ക് മെത്തേഡ്സ് ഓഫ് ടൈം ബുക്കിംഗ്. ടൈം ബുക്കിങ്ങിനും ചില മെത്തേഡ്സുകൾ ഉപയോഗിക്കുന്നുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ടാണ് ടൈം ബുക്ക് ചെയ്യുക. നോക്കുക, ഫോർ ടൈം ബുക്കിംഗ് മാനുവൽ മെത്തേഡ്സ് ഓർ മെക്കാനിക്കൽ മെത്തേഡ്സ് ക്യാൻ ബി യൂസ്ഡ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി സൈസ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ സൈസിനനുസരിച്ച് മാനുവൽ മെത്തേഡും മെക്കാനിക്കൽ മെത്തേഡും ഇതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ദ വേരിയസ് മെത്തേഡ്സ് ഓഫ് ടൈം ബുക്കിംഗ് ആർ. ടൈം ബുക്കിങ്ങിന് ഉപയോഗിക്കുന്ന കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ചില മെത്തേഡ്സുകൾ നോക്കുക. ഡെയിലി ടൈം ഷീറ്റ്, വീക്ക്ലി ടൈം ഷീറ്റ് ആൻഡ് ജോബ് കാർഡ്. ഈ 3 മെത്തേഡാണ് ടൈം ബുക്കിങ്ങിന് വേണ്ടി സാധാരണ ഉപയോഗിക്കുക. ദീസ് മെത്തേഡ്സ് മേ ബി എക്സ്പ്ലെയിൻഡ് ആസ് ബിലോ. ഒന്നാമത്തത് ഡെയിലി ടൈം ഷീറ്റ് ആണ്. ഇൻ സ്മാൾ ഫേംസ് എ ഡെയിലി ടൈം ഷീറ്റ് ഈസ് ഗിവൺ ടു എവരി വർക്കർ. ചെറിയ സ്ഥാപനങ്ങളിലൊക്കെ ഓരോ വർക്കർക്കും ഒരു ടൈം ഷീറ്റ്, അതായത് ഡെയിലി ടൈം ഷീറ്റ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്റ് നൽകുന്നു. ദ ഡെയിലി ടൈം ഷീറ്റ് കണ്ടെയ്ൻസ് ദ വർക്കേഴ്സ് നെയിം. ആ ഡെയിലി ടൈം ഷീറ്റിൽ ഏതൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അതിൽ ഓരോ വർക്കറുടെയും പേരുണ്ടാവും, കോഡിനുണ്ടാവും, വർക്കർക്ക് ഏതെങ്കിലും ഒരു നമ്പർ നൽകുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കോഡ് നമ്പർ ഉണ്ടെങ്കിൽ അത് നൽകിയിട്ടുണ്ടാവും. സ്റ്റാർട്ടിംഗ് ആൻഡ് ക്ലോസിംഗ് ടൈം ഓഫ് ഈച്ച് ജോബ്. ഓരോ ജോബും ആരംഭിച്ചത് എപ്പോഴാണ്, അത് തീർന്നത് സമയം എപ്പോഴാണ്, അതിൻ്റെ ടൈം എഴുതാനുള്ള സ്ഥലം ഉണ്ടാവും. ദ വർക്കർ റെക്കോർഡ്സ് ദ ടൈം സ്പെൻഡ് ഓൺ എവരി വർക്ക് ഓർഡർ ഓർ ജോബ് ഇൻ ഹിസ് ഡെയിലി ടൈം ഷീറ്റ്. അപ്പോൾ ഓരോ വർക്ക് ചെയ്യുമ്പോഴും ആ വർക്കർ ചെയ്യുന്ന ജോലി, ആരംഭിച്ച സമയം, തീർത്ത സമയം, ഇതെല്ലാം രേഖപ്പെടുത്തി വയ്ക്കുന്നു ഈ ഡെയിലി ടൈം ഷീറ്റിൽ. ദ വർക്കർ ഹാൻഡ്സ് ഓവർ ദി ഷീറ്റ് എവരി ഡേ ടു ദി ഫോർമാൻ. അത് ഫോർമാന്, അദ്ദേഹത്തിനെ സൂപ്പർവൈസ് ചെയ്യുന്ന വ്യക്തിക്ക് ഓരോ ദിവസവും വർക്കർ ഹാൻഡ് ഓവർ ചെയ്യുന്നു. ഫോർമാൻ അത് പരിശോധിച്ച് അത് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഡെയിലി ടൈം ഷീറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഓരോ ഡേയിലും പ്രത്യേകം ടൈം ഷീറ്റ് ഉണ്ടാകും. ഓരോ ഡേറ്റിലും അദ്ദേഹം അത് രേഖപ്പെടുത്തേണ്ടതാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വീക്ക്ലി ടൈം ഷീറ്റ് ആകാം. ഇൻ ഓർഡർ ടു റെഡ്യൂസ് ക്ലറിക്കൽ വർക്ക്. ഓരോ ദിവസവും ഇങ്ങനെ കൃത്യമായിട്ട് എഴുതി വെക്കുന്നതിന് പകരം ഈച്ച് വർക്കർ മേ ബി ഗിവൺ എ വീക്ക്ലി ടൈം ഷീറ്റ്. ഒരാഴ്ചത്തെ ഒരുമിച്ചുള്ള ടൈം ഷീറ്റ് ചിലപ്പോൾ നൽകിയേക്കാം. ഇൻ ദീസ് ഷീറ്റ് ദ വർക്കർ ഹാസ് ടു റെക്കോർഡ് ദ ടൈം സ്പെൻഡ് ഓൺ ഓൾ ജോബ്സ് ഇൻ എ വീക്ക്. ഒരാഴ്ചയിൽ അദ്ദേഹം എത്രമാത്രം ജോലികളാണ് ചെയ്തത്, ഓരോ സമയത്തും ചെയ്ത ജോലികൾ എന്തൊക്കെയാണ്. അപ്പം അങ്ങനെ ഒരുമിച്ച് എഴുതുന്ന ഒരു ടൈം ഷീറ്റിനെയാണ് വീക്ക്ലി ടൈം ഷീറ്റ് എന്ന് പറയുക. ഡെയിലി ടൈം ഷീറ്റും വീക്ക്ലി ടൈം ഷീറ്റുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇത് ഡെയിലി തയ്യാറാക്കണം, ഇത് വൺസ് ഇൻ എ വീക്ക്ലി തയ്യാറാക്കിയാൽ മതി എന്നുള്ളതാണ് ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ്. ഇനി മെത്തേഡ്സ് ഓഫ് ടൈം ബുക്കിങ്ങിൽ മൂന്നാമത്തത് ജോബ് കാർഡാണ്. ദിസ് ഈസ് അനദർ മെത്തേഡ് ഓഫ് റെക്കോർഡിംഗ് ദ ടൈം സ്പെൻഡ് ബൈ ദ വർക്കർ ഓൺ ദി ജോബ്. ഇപ്പോൾ ജോബ് ചെയ്യുമ്പോൾ ചെയ്യുന്ന ജോലി എത്രമാത്രം ചെയ്തു എന്നറിയുന്നതിന് വേണ്ടി ടൈം ബുക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് നൽകുന്ന മറ്റൊരു ഡോക്യുമെൻ്റാണ് ജോബ് കാർഡ്. അണ്ടർ ദിസ് മെത്തേഡ് എ സെപ്പറേറ്റ് കാർഡ് ഈസ് മെയിൻറ്റെയിൻഡ് ഫോർ ഈച്ച് ജോബ്. ഓരോ ജോബിന് വേണ്ടിയും ഒരു കാർഡ് ഉണ്ടാവും. പല ജോലികൾ കൂടിച്ചേരുന്നതായിരിക്കാം ഒരു സ്ഥാപനത്തിലെ മുഴുവൻ ജോലികൾ. അപ്പോൾ അതിൽ ഓരോ ജോലിക്കും വേണ്ടിയും ഓരോ ജോബ് കാർഡ് ഉണ്ടാവും. ദിസ് കാർഡ് ഈസ് നോൺ ആസ് ജോബ് കാർഡ് ഓർ ജോബ് ടിക്കറ്റ്. അതിന് ജോബ് കാർഡ് അല്ലെങ്കിൽ ജോബ് ടിക്കറ്റ് എന്ന് പറയുന്നുണ്ട്. ദ ജോബ് കാർഡ് ഈസ് എ ഡോക്യുമെന്റ് ഷോവിംഗ് ഫുൾ ഡീറ്റെയിൽസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അബൌട്ട് ദി ഓപ്പറേഷൻ ഓഫ് ദി ജോബ് ടു ബി ക്യാരിഡ് ഔട്ട്. അപ്പോൾ ജോബ് കാർഡിൽ ഒരു ജോബുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ കാര്യങ്ങളാണോ ചെയ്യേണ്ടത് അതിനെക്കുറിച്ചുള്ള ഫുൾ ഡിസ്ക്രിപ്ഷൻ അതിൽ നൽകിയിട്ടുണ്ടാവും. ഓരോ ജോബിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണത്. ഇറ്റ് കണ്ടെയ്ൻസ് ദ പർട്ടിക്കുലേഴ്സ് ഓഫ് സ്റ്റാർട്ടിംഗ് ടൈം. ഏത് സമയത്താണ് ജോബ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, കംപ്ലീഷൻ ടൈം എത്രയായിരിക്കണം, നെയിം ഓഫ് ദി വർക്കർ, അതിൽ ജോലി ചെയ്യുന്ന ആളുകൾ ആരൊക്കെയാണ്, ഡീറ്റെയിൽസ് ഓഫ് വർക്ക് ഡൺ, എത്രമാത്രം വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് എഴുതാനുള്ള പേജ്, സിഗ്നേച്ചർ ഓഫ് ദി വർക്ക്, അവസാനം ജോലി ചെയ്തതിനു ശേഷം ആ വർക്കർക്ക് സിഗ്നേച്ചർ വയ്ക്കാനുള്ള സ്ഥലം,
ഇതെല്ലാം ജോബ് കാർഡിലുണ്ടാവും. ആഫ്റ്റർ ദി ജോബ് ഹാസ് ബീൻ കംപ്ലീറ്റഡ്, ആ ജോബ് പൂർത്തിയായതിനു ശേഷം ഡ്യൂലി സൈൻഡ് ജോബ് കാർഡ്, ഈ ജോലി ചെയ്ത വ്യക്തി ജോബ് കാർഡ് സൈൻ ചെയ്ത് കോസ്റ്റ് ഓഫീസിലേക്ക്, ചിലവ് കണക്കൂട്ടുന്ന ഓഫീസിലേക്ക് അത് ഹാൻഡ് ഓവർ ചെയ്യുകയും ചെയ്യുന്നു. ഇനി ജോബ് കാർഡിന് ചില അഡ്വാൻറ്റേജസ് ഉണ്ട് നോക്കുക. ഇറ്റ് ഈസ് സിമ്പിൾ ടു ഓപ്പറേറ്റ്, വളരെ എളുപ്പമായിട്ട് നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു ടൈം ബുക്കിംഗ് മെത്തേഡാണിത്. ഇറ്റ് ഈസ് ഈസി ടു കാൽക്കുലേറ്റ് ലേബർ കോസ്റ്റ് ഓഫ് എ ജോബ്. ഈ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ലേബർ കോസ്റ്റ്, ആ ജോബിന് വേണ്ടി എത്രമാത്രം ലേബർ ഇനത്തിൽ കോസ്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് റെഡ്യൂസസ് കൺസിഡറബിൾ എമൗണ്ട് ഓഫ് ക്ലറിക്കൽ വർക്ക്. ക്ലറിക്കൽ വർക്ക് പരമാവധി ചുരുക്കാൻ സാധിക്കുന്നു ഇത്തരത്തിലുള്ള ജോബ് കാർഡുകൾ സൂക്ഷിച്ചു വയ്ക്കുകയാണെങ്കിൽ. ഇറ്റ് സെർവ്സ് ആസ് ആൻ അതോറിറ്റി ടു വർക്കർ ടു സ്റ്റാർട്ട് ദ വർക്ക്. ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒരു വർക്കർക്ക് നൽകുന്ന അതോറിറ്റി ഇത് സൂചിപ്പിക്കുന്നുണ്ട്. ഒരു ജോബ് കാർഡ് കിട്ടിയ വ്യക്തി എന്ന് പറഞ്ഞാൽ അയാൾക്ക് ആ ജോലി ചെയ്യാനുള്ള അധികാരം അതിൻ്റെ ഒപ്പം നൽകപ്പെടുന്നു എന്നാണ് അർത്ഥം. Then it facilitates to keep a close watch on the time spent by the worker on each job. ഓരോ ജോബിലും എത്രമാത്രം ടൈം സ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഒരു ജോലിക്ക് വേണ്ടി ജീവനക്കാർ എത്രമാത്രം സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഓരോ ജോബ് കാർഡും പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതാണ്. ഇതാണ് ജോബ് കാർഡിൻ്റെ പ്രത്യേകിച്ചുള്ള അഡ്വാൻറ്റേജസ്. ഇനി നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ട്, ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ടേം കൂടെ ഒന്ന് പഠിച്ചു വെക്കാം. എന്താണ് വേജസ് അബ്സ്ട്രാക്റ്റ് എന്നുള്ളത്? വേജസ് അബ്സ്ട്രാക്റ്റ് ഈസ് ആൻ അനലിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ലേബർ കോസ്റ്റ് ഓഫ് ഈച്ച് ജോബ്. അപ്പോൾ ഓരോ ജോബിനും ലേബർ കോസ്റ്റ് ഇനത്തിൽ എത്ര രൂപ ചിലവായിട്ടുണ്ട് എന്ന് അനലൈസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് വേജസ് അബ്സ്ട്രാക്റ്റ് എന്ന് പറയുന്നത്. ഓൺ ഈച്ച് ജോബ്, ഓരോ ജോബിന് വേണ്ടിയും ഒരു വേജസ് അബ്സ്ട്രാക്റ്റ് ഉണ്ടാവും. അത് അർത്ഥമാക്കുന്നത് ഓരോ ജോബിനത്തിലും ലേബർ കോസ്റ്റ് മൂലം എത്ര രൂപ കമ്പനിക്ക് ചിലവായിട്ടുണ്ട് എന്നുള്ളത് വിശദമാക്കുന്ന, അനലൈസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് വേജസ് അബ്സ്ട്രാക്റ്റ്. ഇറ്റ് ഈസ് എ ഡോക്യുമെന്റ് ഷോവിങ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വേജസ് ബൈ ജോബ്. ഓരോ ജോബിലും ഈ വേജസ് ഇനത്തിൽ എത്ര രൂപ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, എത്ര രൂപ ചിലവായിട്ടുണ്ട് എന്ന് ഇത് കാണിക്കുന്നു. ജോബിനത്തിൽ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിലും എത്ര രൂപ വേജസ് ഇനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ദ കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ ഇതാരാണ് പ്രിപ്പയർ ചെയ്യുന്നത്? വേജസ് അബ്സ്ട്രാക്റ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്. ആ കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക, ചിലപ്പോൾ ഒബ്ജക്റ്റീവ് ടൈപ്പായിട്ടും ചോദിക്കാം. വേജസ് അബ്സ്ട്രാക്റ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്. ദെൻ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് വേജസ് അനാലിസിസ് ഷീറ്റ്. ഇതിനെ വേജസ് അനാലിസിസ് ഷീറ്റ് എന്നും പറയാറുണ്ട്. വേജസ് അബ്സ്ട്രാക്റ്റിന്റെ മറ്റൊരു പേരാണ് വേജസ് അനാലിസിസ് ഷീറ്റ്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം ഇതിന്റെ ബാക്കി ക്ലാസ് എടുക്കാം.